ഹലോ, ഹലോ, രാജീവേട്ടനല്ലേ? അതെ രാജീവാണ്. ചേട്ടാ, ഞാൻ മഞ്ജുവാണ്. ആഹാ മഞ്ജു, എന്തുണ്ടോ? ജിയാണ് നമ്പർ തന്നത്. ചേട്ടാ, ജിയ്ക്ക് എന്ത് പറ്റി? ശ്രീപുരത്തുള്ള അവളുടെ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു. അവൾ അതിൽ പെട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ശ്രീപുരത്തോട്ടുള്ള യാത്രയിലാണ്. ഓക്കെ മഞ്ജു, ഞാൻ ഇറങ്ങാം. ഞാൻ ഇറങ്ങിക്കോളാം. നമസ്കാരം മാഡം, ഞാൻ ജിയെ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ മാനേജറാണ്. ജി അസിസ്റ്റൻറ്റ് മാനേജറാണ്. ഞങ്ങൾ ജീവനക്കാരെല്ലാം വളരെയധികം ആശങ്കയിലാണ് മാഡം. ഇതുവരെ ആയിട്ടും അവരെക്കുറിച്ച് യാതൊരു വിവരവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഒരു വ്യക്തതയും വന്നിട്ടില്ല. എന്താണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് മാഡം? മാഡമെങ്കിലും ഒന്ന് പറയണം. നിങ്ങൾ പേടിക്കണ്ട, ജിയ ജീവനോടെ തന്നെ ഉണ്ട്. എല്ലാവിധ സഹായവും ഉണ്ടാകും. പിന്നെ ഈ മണ്ണ് മാറ്റാൻ സാവധാനമേ കഴിയൂ, അല്ലെങ്കിൽ ജിയയ്ക്ക് അപകടമാണ്. ശരി മാഡം. അതേ അവസാനം നമ്മൾ പ്രതീക്ഷിച്ച വാർത്ത വന്നിരിക്കുന്നു. രക്ഷാപ്രവർത്തകർ ജിയെ വീടിനുള്ളിൽ നിന്നും പുറത്തെത്തിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു നമ്മുടെ റിപ്പോർട്ടർ. 5 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ശേഷമാണ് യുവതിയെ പുറത്തെടുത്തത്. ഇപ്പോൾ യുവതിയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എക്സ്ക്യൂസ് മീ ഡോക്ടർ. ഡോക്ടർ, ഐ എം രാജീവ്, ജിയയുടെ ഫ്രണ്ടാണ്. എങ്ങനെയുണ്ട് ഡോക്ടർ ഇപ്പോൾ അവൾക്ക്? അപകടനില തരണം ചെയ്തിട്ടുണ്ട്. പിന്നെ കാലിൽ ചെറിയൊരു പൊട്ടലുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇന്നെന്തായാലും ഒബ്സർവേഷൻ കിടക്കട്ടെ. അമ്മേ, ചേട്ടാ, മഞ്ജു, സന്ധ്യ ചേച്ചി, സാർ. ഏയ് ജിയ, കിടക്കൂ പേടിക്കണ്ടടോ, അമ്മ അപ്പുറത്തുണ്ട്. ഇന്നലെ വല്ലാതൊന്ന് പേടിച്ചു ഞങ്ങൾ കേട്ടോ. തനിപ്പോൾ സേഫാ. താങ്ക് യു ചേട്ടാ. ജിയ, ഇത് ലതാ മാഡം, തഹസിൽദാരാണ്. നീ ഇപ്പോൾ ഞങ്ങളോടൊപ്പം ജീവനോടെ ഇരിക്കാൻ കാരണം തന്നെ മാഡമാണ് കേട്ടോ. കൃത്യസമയത്ത് തന്നെ മാഡം വേണ്ട ഹെൽപ്പ് നമുക്ക് ചെയ്തു തന്നു. നിനക്ക് വല്ലതും ഓർമ്മയുണ്ടോ? എങ്ങനെയുണ്ട് ജിയ? താങ്ക് യു മാഡം. താങ്ക്സ് ഒന്നും വേണ്ടടോ, ഇത് ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലേ. പിന്നെ ഫയർഫോഴ്സ്, പോലീസ്, നല്ലവരായ നാട്ടുകാർ, ഇങ്ങനെ എല്ലാവരുടെയും സഹകരണത്തോടെയാണ് ജിയയെ രക്ഷിക്കാൻ കഴിഞ്ഞത്. ശരി, ഞാൻ ഡോക്ടറുമായി സംസാരിച്ചിരുന്നു. ശരീരത്തിനൊക്കെ കുറച്ച് വിശ്രമം കൊടുത്തിട്ട് പുറത്തിറങ്ങണം കേട്ടോ. ശരി മാഡം. എൻ്റെ വീട് പോയി സർ. ഒരു വീട് വെക്കുന്നതിൻ്റെ വിഷമം എനിക്കും അറിയാൻ ചെയ്യാം. എന്തായാലും താൻ രക്ഷപ്പെട്ടല്ലോ. ഒരാഴ്ച റെസ്റ്റ് എടുത്തിട്ട് ജോലിക്ക് വന്നാൽ മതി. താങ്ക് യു സർ. ജിയ ഡി കള്ളി മഞ്ജു, നിൻ്റെ ഡ്യൂട്ടി തീർന്നോടി. നമ്മൾ എത്ര വലിയ മാളിക കെട്ടിയാലും കുടില കെട്ടിയാലും ഒരു ദാക്ഷിണ്യവുമില്ലാതെ അവൾ തകർത്തിരിക്കും. നമ്മൾ എത്ര കാടുകൾ വെട്ടിത്തെളിച്ചു, എത്ര മരങ്ങൾ വെട്ടി, എത്ര പുഴകൾ, എത്ര അരുവികൾ എല്ലാം തകർത്തു. അവൾ എല്ലാത്തിനും പകരം വീട്ടുകയാണ്. പ്രകൃതി.